partial derivatives, functions of two or more variables, level curves, level surfaces. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് നമ്മളൊരു പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നതാണ് നോക്കാനായിട്ട് പോകുന്നത്. The derivative of a function of one variable y equal to f of x is given by dy by dx equal to limit delta x tends to 0 f of x plus delta x minus f of x divided by delta x. ഒരു വൺ വേരിയബിൾ മാത്രമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ അതിനെ ആയിരുന്നു നമ്മൾ ഡെറിവേറ്റീവ് കണ്ടെത്തിയിരുന്നത്. ആ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിമിറ്റാണ് അല്ലേ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അല്ലെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അങ്ങനെയായിരുന്നു നമ്മൾ വൺ വേരിയബിൾ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിരുന്നത്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, ഈ ലിമിറ്റിൻ്റെ വാല്യൂ ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്നൊക്കെ നമ്മൾ വൺ വേരിയബിൾ ഫങ്ഷൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ടു ഓർ മോർ വേരിയബിൾസിനാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ ഒരു വൺ വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്തത് അതുപോലെ തന്നെയാണ് ടു വേരിയബിൾസ് ത്രീ വേരിയബിൾസ് ഒക്കെ വരുന്ന കേസിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ രണ്ടോ അതിലധികമോ വേരിയബിൾസ് വരുമ്പോൾ അതിന് നമ്മൾ ഡെറിവേറ്റീവ് എന്നല്ല പറയുക, പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ് പറയുക. Okay, we can define a derivative of a function of two variables with respect to each variable. z equal to f of xy ആണ് ഫംഗ്ഷൻ എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, വിത്ത് റെസ്പെക്ട് ടു വൈ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഓരോ ഡെറിവേറ്റീവിനെയും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്, ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്നാണത് വായിക്കുക. നമ്മൾ നേരത്തെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വായിച്ചതുപോലെ ഇവിടെ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ രണ്ട് വേരിയബിൾ വന്നതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ എക്സിൽ മാത്രമേ ഒരു ചേഞ്ച് വരുന്നുള്ളൂ അല്ലേ. എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ് ഒരു ഡെൽറ്റ എക്സ് ചേഞ്ച് വന്നിരിക്കുന്നത്. വൈ അവിടെ ഫിക്സ്ഡ് ആക്കി വെച്ചേക്കുവാണ്. അതായത് വൈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ നമ്മളവിടെ എക്സിനെ ഫിക്സ് ചെയ്യും എന്നിട്ട് വൈക്കൊരു ചേഞ്ച് കൊടുക്കും അല്ലെങ്കിൽ വൈക്കൊരു സ്ലൈറ്റ് ചേഞ്ച് കൊടുക്കും. അതാണ് വൈ പ്ലസ് ഡെൽറ്റ വൈ ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, കാരണം എക്സ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈ വരും. അതിനെ നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡോ സെറ്റ് ബൈ ഡോ വൈ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഓക്കെ, അതായത് വൈ മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിർത്തിയിട്ട് വൈക്ക് മാത്രമേ ഒരു മാറ്റം വരുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത്. ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ ഈ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂസിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നും ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഫങ്ഷൻ ഓഫ് വൺ വേരിയബിൾ തന്നാൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തിയിരുന്നു. ചില റൂൾസൊക്കെ വെച്ച് അങ്ങനെയായിരുന്നു നമ്മൾ ഡെറിവേറ്റീവ് കണ്ടെത്തിയിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവും കണ്ടെത്തുന്നത്.
പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് കണ്ടെത്തേണ്ടത്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ്റെ രണ്ട് വേരിയബിളുള്ള ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ ഫംഗ്ഷനിൽ എക്സ് ഉള്ള ടേംസ് ഉണ്ടാകും. ആ ടേംസിനെ മാത്രമേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളൂ. വൈ ഉള്ള ടേംസിനെ ഒരു വൈ ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുവാണ്, ട്രീറ്റിംഗ് വൈ ആസ് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ടു കമ്പ്യൂട്ട് ഡോ സെഡ് ബൈ ഡോ വൈ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ യൂസ് ലോസ് ഓഫ് ഓർഡിനറി ഡിഫറൻഷിയേഷൻ വൈൽ ട്രീറ്റിംഗ് എക്സ് ആസ് എ കോൺസ്റ്റൻറ്റ്. ഡോ സെഡ് ബൈ ഡോ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ ഓർഡിനറി ഡിഫറൻഷിയേഷനിൽ എന്തൊക്കെ റൂൾസ് ആണോ അല്ലെങ്കിൽ എന്തൊക്കെ ലോസ് ആണോ കണ്ടിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ചെറിയൊരു മാറ്റം, എക്സിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഡോ സെഡ് ബൈ ഡോ എക്സ് ആണെങ്കിൽ വൈയെ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്യുന്നു. ഡോ സെഡ് ബൈ ഡോ വൈ ആണെങ്കിൽ എക്സിനെ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ആണ് ഫങ്ഷൻ എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഡോ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ നോക്കുക, നമ്മൾ എക്സ് ഉള്ള വൈ ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് അല്ലേ. ഇവിടെ ഫങ്ഷൻ എക്സ് വൈ ആണ്, നമ്മളിതിൽ വൈയെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. അതുകൊണ്ട് വൈ അതുപോലെ തന്നെ എഴുതി, മാറ്റമൊന്നും വരുത്തണ്ട. ഇനി ഈ ഒരു എക്സിനെ മാത്രമേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിൻ്റെ ആൻസർ വൈ വരും. അതുപോലെ തന്നെ ഡോ സെഡ് ബൈ ഡോ വൈ ആണെങ്കിൽ എന്തായിരിക്കും മാറ്റം വരിക, എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, ബാക്കിയുള്ള വൈ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് കിട്ടും, ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വൈ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ നമ്പേഴ്സിനെ ഡെറിവേറ്റീവ് കണ്ടെത്തുമ്പോൾ നമ്പേഴ്സിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട്, അപ്പോൾ 2x ഡെറിവേറ്റീവ് ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ നമ്മൾ 2വിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി അവിടെ നിർത്തി, ബാക്കി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് പറഞ്ഞെഴുതി. അതുപോലെ തന്നെയാണ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇഫ് സെഡ് ഈക്വൽ ടു 4x ക്യൂബ് വൈ സ്ക്വയർ മൈനസ് 4x സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 6 പ്ലസ് 1 ആണെങ്കിൽ ഫൈൻഡ് ഡോ സെഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ സെഡ് ബൈ ഡോ വൈ. സെഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ, എക്സ് ആൻഡ് വൈ കണ്ടെത്താനാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. നോക്കാം, ഡോ സെഡ് ബൈ ഡോ എക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈയെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം, എക്സ് ഉള്ള ടേംസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് നോക്കാം, 4x ക്യൂബ് വൈ സ്ക്വയർ ഉണ്ട് അവിടെ. ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് 4ഉം പിന്നെ വൈ സ്ക്വയറും. അതുകൊണ്ട് തന്നെ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതിനെ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ബാക്കിയുള്ളത് എക്സ് ക്യൂബാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, എക്സ് റേസ് ടു എന്നിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് nx റേസ് ടു n-1 ആണ് സാധാരണ ഡെറിവേറ്റീവ് കണ്ടെത്തുമ്പോൾ. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3x റേസ് ടു 3-1, അതായത് 3x സ്ക്വയർ. ഓക്കെ, കിട്ടി. ഇനി ഇവിടെയുള്ളത് അടുത്ത ടേം നോക്കുക, 4x സ്ക്വയർ ആണ്. 4 കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എക്സ് സ്ക്വയറിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2x റേസ് ടു 2-1 എന്ന് പറഞ്ഞാൽ 2x. പിന്നെ ഇവിടെ നോക്കുക, വൈ റേസ് ടു എക്സും 1ഉം ഉണ്ട്. വൈ എന്ന് പറഞ്ഞാൽ
വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് തന്നെ y കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. അതുകൊണ്ട് y⁶ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അതുപോലെ തന്നെ 1ഉം ഒരു കോൺസ്റ്റൻ്റ് ആണ്. 1നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് 12x² y² മൈനസ് 8x. ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12x² y² മൈനസ് 8x എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ അല്ലേ, എക്സിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിർത്തുക, ബാക്കിയുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡോ സെഡ് ബൈ ഡോ y വരുമ്പോൾ 4x³ ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിനെ അതുപോലെ തന്നെ എഴുതി. ബാക്കി വരുന്നത് y². ഈ y²നെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും 2y⁻² - 1 എന്ന് പറഞ്ഞാൽ 2y തന്നെ. അടുത്തത് ഇവിടെ വരുന്നത് 4x² ആണ്. വിത്ത് റെസ്പെക്ട് ടു y ആയതുകൊണ്ട് തന്നെ 4x² എന്ന് പറയുന്ന ഒരു ടേം മാത്രമായിട്ടുണ്ടെങ്കിൽ, കൂടെ y ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം എക്സിനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം -0 പ്ലസ് ഇനി ഇവിടെ ഉള്ളത് y⁻⁶ ആണ്. y⁻⁶ ഡെറിവേറ്റീവ് എന്താ? 6y⁻⁵ -1 എന്ന് പറഞ്ഞാൽ 6y⁵. 1 ആണ്, 1 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 0 വരും. ഇതിൻ്റെ ആൻസർ വരുന്നത് 8x³ y പ്ലസ് 6y⁵. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു y കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ 2 വേരിയബിൾ ആണ്, അതുകൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് 2 വരും. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. ഓക്കെ, അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് സെഡ് =f(x, y) ആണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും കണ്ടുപിടിക്കും, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും കണ്ടുപിടിക്കും. നമ്മൾ അതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമ്മൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, വായിക്കുന്നത് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നാണ്. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡോ സെഡ് ബൈ ഡോ വൈ. ഇനി സെഡ് =f(x, y) ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് സെഡ് =f(x, y) എന്നായിരിക്കില്ല തരുന്നത്. f(x, y) = സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അങ്ങനെ തന്നാൽ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാലും ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. കാരണം സെഡ് =f(x, y) ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നെഴുതി, ഡോ എഫ് ബൈ ഡോ എക്സ് എന്നെഴുതി. ഇതിനെ തന്നെ നമുക്ക് സെഡ് =f(x, y) ആണല്ലോ, അപ്പോൾ സെഡിൻ്റെ താഴെ എക്സ്, ഓക്കെ, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതും സെഡ് എക്സ്. ഇതിന് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം f(x), അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതുപോലെ തന്നെ സെഡ് വൈ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ. എഫ് വൈ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പം ഈ നൊട്ടേഷൻസ് ഒക്കെ ഒരേ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ, ഈ ഒരു കാര്യത്തെയാണ് ഇത്രയും നൊട്ടേഷൻസ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിളിന് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, തേർഡ് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏത് ഓർഡർ ഡെറിവേറ്റീവ് വരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ കേസിൽ വരുമ്പം നമുക്ക് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കാം, മിക്സഡ് ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഹയർ ഓർഡർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ അങ്ങനെ പോകുന്ന ഡെറിവേറ്റീവ്സ് ആണ്. മിക്സഡ് ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നമുക്ക് ഹയർ ഓർഡർ ഡിഫൈൻ ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, ഫോർ എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് സെഡ് =f(x, y)
ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ സെറ്റ് ബൈ ഡോ വൈ ആർ ദംസെൽസ് ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. അതായത് നമ്മളൊരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു വൈയും കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ കണ്ടുപിടിച്ചപ്പോൾ അതൊക്കെ എന്താ വീണ്ടും അല്ലേ എഫ് ഓഫ് എക്സ് അല്ലെ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് വീണ്ടും കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അവയെ വീണ്ടും നമുക്ക് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്കതിൻ്റെ സെക്കൻഡ് ആൻഡ് ഹയർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ഓർഡർ കിട്ടും. അതിന് സെക്കൻഡ് ഓർഡറിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ തേർഡ് ഓർഡർ കിട്ടും. അങ്ങനെ നമുക്ക് വീണ്ടും ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വി ക്യാൻ ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ സെറ്റ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഉണ്ട്. അത് ഫങ്ഷൻ ഓഫ് ഒരു എഫ് ഓഫ് എക്സ് വൈ എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അതിനെ നമുക്ക് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്കതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സിന് ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ നമ്മളതിനെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എന്നൊക്കെ പറയും. വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഇതിപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫംഗ്ഷനാണ്. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടെത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ മിക്സഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഡോ സെറ്റ് ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ, അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ, സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനെ എഴുതുന്നത് ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്. അതായത് ഡോ സെറ്റ് ബൈ ഡോ എക്സിനെ നമ്മൾ ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുപോലെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത് ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സെറ്റ് ബൈ ഡോ വൈ. അതിനെ ഡോ സെറ്റ് ബൈ ഡോ വൈയെ വീണ്ടും വൈ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ ക്യൂബ് സെറ്റ് ബൈ ഡോ എക്സ് ക്യൂബ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ. അതായത് നമ്മൾ സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കിട്ടും. അതുപോലെ തന്നെയാണ് വൈയും. നമ്മൾ ആദ്യം ഡോ ബൈ ഡോ വൈ കണ്ടുപിടിച്ചു, അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയത് ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ തന്നെയാണെങ്കിൽ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഡോ ക്യൂബ് സെറ്റ് ബൈ ഡോ വൈ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതന്നെ നമ്മൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്, തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്, അങ്ങനെ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയും. ഇനി മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ മിക്സഡ് തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഒരു ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഡോ സെറ്റ് ബൈ ഡോ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇതിനെ നമ്മളിനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എക്സും വൈയും കൂടെ അവിടെ ഒരുമിച്ച് വന്നു, അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സെറ്റ് ബൈ ഡോ വൈ. ആദ്യം നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചു, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ആദ്യം നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു, അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ
പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നാണ് അതിനെ എഴുതുക. അപ്പം ഈ രണ്ടാമത് എഴുതിയേക്കുന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടെത്തിയത്, അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ്. ഡോ സെഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷമാണ് ഈ ഡോ സെഡ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടെത്തുന്നത്. ഓക്കെ, അതാണ് മിക്സഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ കുറേ ഓൾട്ടർനേറ്റീവ് സിമ്പിൾസ് കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിനും മിക്സഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനും ഓൾട്ടർനേറ്റീവ് സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, the second and third order partial derivatives are denoted by fxx, fyy, fxxs and so on. അതായത് fx എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു x. fxx എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് fx വിത്ത് റെസ്പെക്ട് ടു x. അതായത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ നമ്മൾ ഫസ്റ്റ് കണ്ടതല്ലേ, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുപോലെ തന്നെയാണ് എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ, അതാണ് എഫ് വൈ വൈ. അതായത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇവിടെ ഡോ വൈ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇനി തേർഡ് ഓർഡർ ആണെങ്കിൽ ഇവിടെ ഒരു എക്സ് കൂടി വരും, ഇവിടെ ഒരു വൈ കൂടെ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ നമ്മൾ മറ്റൊരു രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി മിക്സഡ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു. ഇത് നമ്മൾ ആദ്യം വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. പാർഷ്യലി എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മിക്സഡ് ഡെറിവേറ്റീവ് കിട്ടുന്നത്. അപ്പോൾ മിക്സഡ് ഡെറിവേറ്റീവിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ചെയ്തത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ, അല്ലെങ്കിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ്, അങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ ഡിനോട്ട് ചെയ്ത പോലെ നമ്മൾ എഫ് എക്സ് വൈ ഓർ എഫ് വൈ എക്സ്, അങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഡെറിവേറ്റീവിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതാണ് എഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അതായത് എഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പം ആദ്യം നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക, പിന്നെ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതാണ് എഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട നൊട്ടേഷൻ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ്. ആദ്യം എഫ് എക്സ് ആണ്, അല്ലെങ്കിൽ ആദ്യം ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ശേഷമാണ് അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി എഫ് വൈ എക്സ് ആണെങ്കിൽ ആദ്യം നമ്മൾ എഫ് വൈ കണ്ടെത്തുക, അതിന് ശേഷം അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിനെ നമ്മൾ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് എഴുതും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഡെറിവേറ്റീവ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ എന്നൊക്കെ എഴുതും. മിക്സഡ് ആണെങ്കിൽ എഫ് എക്സ് വൈ എഫ് വൈ എക്സ് എന്ന് ആണ് എഴുതുന്നത്. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. എഫ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിനോട്ട് ചെയ്യുക, എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മളിങ്ങനെ എഫ് എക്സും എഫ് വൈയും ഒക്കെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഒക്കെ കണ്ടുപിടിച്ചു. ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ, ഇഫ് എ ഫംഗ്ഷൻ എഫ് ഹാസ് കണ്ടിന്യൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ എഫ് എക്സ് വൈയും എഫ് വൈ എക്സും ഈക്വൽ ആയിരിക്കും. ജനറലി അത് ഈക്വൽ അല്ല, പക്ഷേ ഒരു ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ ആണ്, അതിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ
എഫ് എക്സ് വൈ എന്ന് പറയുന്നതും എഫ് വൈ എക്സ് എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും. കാരണം അതിൻ്റെ ആ ഓർഡറിന് അവിടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞ ഒരു ഇറലവൻ്റ് ആയിരിക്കും. കാരണം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ഈ ഓർഡർ ഏതായാലും കുഴപ്പമില്ല. എഫ് എക്സ് വൈ എന്ന് എഴുതിയാൽ എഫ് വൈ എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ അത് കണ്ടിന്യൂസ് ആവണമെന്ന് ഒരു കാര്യം കൂടി ഓർക്കണം. കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ എഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് വൈ എക്സ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസിൻ്റെ കേസിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഫംഗ്ഷൻ ഓഫ് 3 or more വേരിയബിൾസ്. ഇപ്പം ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് 3 വേരിയബിൾ ഉള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വൈയെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്തിട്ടായിരുന്നു പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തത്. ഇവിടെ നമ്മളിപ്പോൾ 3 വേരിയബിൾ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ആണ് ഫങ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് ആണെങ്കിൽ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെയാണ്. എക്സിന് മാത്രമേ ഒരു ചേഞ്ച് കൊടുക്കുന്നുള്ളൂ. വൈയും സെഡും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് എക്സിന് മാത്രം ഒരു ചേഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ ആണെങ്കിൽ എക്സും സെഡും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു. വൈക്ക് മാത്രം ഒരു ചേഞ്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ സെഡ് ആണെങ്കിൽ സെഡിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. എക്സും വൈയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ രണ്ട് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്തത്, അതേപോലെ തന്നെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് 3 or more വേരിയബിൾസ്. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ബാക്കിയുള്ള വേരിയബിൾസിനൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിലും വൈ ഒഴികെ ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിച്ച് ഡിഫറൻസിയേഷൻ്റെ സാധാരണ 1 വേരിയബിളുള്ള ഫംഗ്ഷൻ്റെ എങ്ങനെയാണോ ഡെറിവേറ്റീവ് കണ്ടെത്തിയത് അതേ റൂൾസും അതേ ലോസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടെത്തുന്നത്. ഓക്കെ, എക്സാമ്പിൾ, ഇഫ് എഫ് ഓഫ് എക്സ് വൈ ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3 പൈ ടി കോസ് 4x സൈൻ 6y, then the partial derivatives with respect to x, y and t are. നമുക്കൊരു 3 വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വേരിയബിൾസ് എക്സ്, വൈ, ടി. ഇതിനെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടെത്തണം വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ടി. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഇതൊക്കെ ആയിരിക്കും. നമുക്ക് ആദ്യം മുതലേ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫ് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? എഫ് എക്സ് ആണെങ്കിൽ വൈയും ടിയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. ബാക്കിയുള്ളതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ആദ്യത്തതിൽ ഇ റേസ് ടു മൈനസ് 3 പൈ ടി അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ അതുപോലെ തന്നെ എഴുതാം. ഇ റേസ് ടു മൈനസ് 3 പൈ ടി അതിനെ അതുപോലെ തന്നെ എഴുതി. അടുത്തതിൽ കോസ് 4x ഉണ്ട്. അത് എക്സ് വരുന്ന ഒരു ടേമാണ്. പിന്നെ വരുന്നത് സൈൻ 6y. സൈൻ 6y എന്ന് പറഞ്ഞാലും ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സൈൻ 6y ഒരു കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി വരുന്ന കോസ് 4xനെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. കോസ് 4xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് 4xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 4x ആണ്. ഓക്കെ, നമ്മൾ സാധാരണ ഡിഫറൻസിയേഷൻ്റെ ചെയിൻ റൂൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇൻറ്റു ഒരു 4ഉം കൂടെ വരും അല്ലേ. കോസ് 4xൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അതുപോലെ തന്നെ കോസ് 4x ആണെങ്കിൽ മൈനസ് സൈൻ 4xും ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 4x അതാണ് ഇവിടെ ഒരു ഇൻറ്റു 4 ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് വരിക മൈനസ് 4 ഇ റേസ് ടു മൈനസ് 3 പൈ ടി സൈൻ 4x സൈൻ 6y. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്നത്. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ നമ്മൾ എക്സ് ഉള്ള ടേമും ആദ്യത്തെ ഈ 2 ടേം എക്സ് ഉള്ള ടേമും അതുപോലെ തന്നെ ടി ഉള്ള ടേമും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി അതുപോലെ എഴുതി. അതിനുശേഷം സൈൻ 6yയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. സൈൻ 6yയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് 6y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 6y
അപ്പോൾ cos 6y ഇൻറ്റു 6, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ് 6 e raised to minus 3πt cos 4x cos 6y. ഇനി നമ്മൾ അടുത്ത് വിത്ത് റെസ്പെക്ട് ടു എഫ് ടി കിട്ടാൻ വേണ്ടിയിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എക്സിനെയും വൈനെയും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. അപ്പം ടി ഉള്ള ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ മാത്രമേ ടി ഉള്ളൂ. ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി കോസ് 4x സൈൻ 6y അതുപോലെ എഴുതിയാൽ മതി. കാരണം അത് എക്സും വൈയും ഉള്ള ടേംസ് ആണ്. അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടെത്തുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനെ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ബാക്കിയുള്ളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാം. ഇനിയിപ്പോൾ നമുക്ക് എഫ് എക്സ് നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ എഫ് എക്സ് ടി നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എഫ് എക്സ് ടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് വീണ്ടും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. പാർഷ്യലി ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു ടേമിനെ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അതുപോലെ എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കാം, എഫ് എക്സ് വൈ കണ്ടുപിടിക്കാം. നമുക്ക് ഏത് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമ്മളതിനെ ഡോ സെറ്റ് ബൈ അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വിളിക്കും. അവിടെ വൈ എന്ന് പറയുന്ന വേരിയബിളിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ സാധാരണ ഡിഫറൻസിയേഷൻ റൂൾസ് ഉപയോഗിച്ചിട്ട് എക്സ് എന്നുള്ള ടേമിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുന്നു. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ അതിനെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് വിളിക്കും. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വൈക്ക് മാത്രമാണ് നമ്മളൊരു ചേഞ്ച് കൊടുക്കുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അതായത് അവിടെ എക്സിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സിനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് ബാക്കി വരുന്ന വൈ ഉള്ള ടേംസിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും കണ്ടെത്തിയത്. അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെയാണോ ഒരു സാധാരണ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിളിൽ നമ്മൾ എങ്ങനെയാണോ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, വീണ്ടും അല്ലേ ഒരു ഫംഗ്ഷനെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും എക്സ് വൈ എന്ന് പറയുന്ന ആ രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് വീണ്ടും കിട്ടും. അതിന് നമുക്ക് വേണമെങ്കിൽ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്നിട്ട് മിക്സഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിക്കാം. അപ്പം ഇത്രയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.